ഞാൻ ഒരിടത്തിരുന്ന് ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. ജില്ലാ സെഷൻ ജഡ്ജായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പിന്നെ എറണാകുളത്താണ് ഇരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ ഹൈക്കോടതിയിൽ രജിസ്ട്രാറായിട്ടിരിക്കുമ്പോഴാണ് പോകുന്നത്. ഞാൻ ഹൈക്കോടതി രജിസ്ട്രാറായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഇരുന്നപ്പോൾ അവിടെ എനിക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എല്ലാം വന്നത്. അത് ഇവിടെ ചീഫ് ജസ്റ്റിസ് പോയി ഇനാഗുറേറ്റ് ചെയ്തതും അതിന് പണപ്പിരിവ് നടത്തി ഞാൻ വീട്ടിൽ കൊണ്ടുപോയെന്നൊരു പരാതി എഴുതി അയച്ചു അവിടെ നിന്ന് കേട്ടോ. അതെന്നോട് വിരോധമുള്ള കുറച്ച് ആളുകൾ ചെയ്തതാണ്. കാരണം ഞാനൊരുത്തിന് മുഖം നോക്കിയൊരു ഓർഡർ കൊടുക്കുകയല്ല, അങ്ങനെ ചെയ്യത്തില്ല. എൻ്റെ മുമ്പ് ജൂനിയറും സീനിയറിനൊന്നും യാതൊരു പ്രത്യേകതയൊന്നുമില്ല. ഞാൻ നേരായിട്ട് മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. അതിനൊരു പരാതി അങ്ങോട്ട് എഴുതി അയച്ചു കൊടുത്തു. അപ്പം ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത് തന്നെ ഞാൻ നിൽക്കുമ്പോഴാണ് അവിടുന്ന് വിളിച്ച് ചോദിക്കുന്നത് കേട്ടോ. അവിടുത്തെ ഹോം സെക്രട്ടറി വിളിച്ചിട്ട് ഇതുപോലെ മാഡം ഇത് ഇങ്ങനെ അവർ പറഞ്ഞു, അയ്യോ അതെങ്ങനെ നോക്കും, അത് കമാൽ പാഷ അവിടുന്ന് പോയി വർഷങ്ങൾ കഴിഞ്ഞാണ് അതിൻ്റെ ഇനാഗുറേഷൻ നടക്കുന്നത്. പിന്നെ കമാൽ പാഷ അവിടെ പോയി പണം പിരിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം. അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം. പക്ഷേ അത് അന്വേഷിക്കണം. അങ്ങനെ ഒരു പരാതി ജനങ്ങളുടെ കയ്യിൽ നിന്ന് വന്നാൽ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് ബോധ്യപ്പെടണം. അത് നിജസ്ഥിതി ഇതിലുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ എടുക്കരുത്. അപ്പോൾ ഇത് വിളിച്ച് രഹസ്യമായിട്ട് വെക്കുന്നത് എന്താണെന്നറിയോ? ഇവർ തൽപര കക്ഷികളുടെ അപ്പോയിൻമെൻറ്റ് ആരും അറിയരുത്, സമയമാകുമ്പോഴേ അറിയാവുള്ളൂ. അതിന് വേണ്ടിയാണ്. വാറണ്ട് വരുന്നവർ അറിയരുത്, പുറത്തറിയരുത് എങ്ങനെയെങ്കിലും. ആ രീതിയിൽ ആണ് ഇത് കൊണ്ടു നടക്കുന്നത്. അത് സ്വജനപക്ഷപാതത്തിലേക്ക് നയിക്കും. ജനങ്ങൾ പറയണം, ജനങ്ങൾ അറിയണ്ടേ? ജനങ്ങൾക്കല്ലേ പരമാധികാരമുള്ളത് ഇവിടെ. ഈ രാജ്യത്തിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. ആ ജനങ്ങൾ അറിയണ്ടേ ഒരു ജഡ്ജിയായിട്ട് നിയമിക്കാൻ പോകുന്ന ഒരുത്തൻ അവനെ കൊള്ളരുതാത്ത ഒരുത്തന്നെ നിയമിക്കാൻ പോകുന്നെങ്കിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കണ്ടേ? ഇയാളെ കൊള്ളത്തില്ല, ഇയാൾ വൃത്തികെട്ടവനാണ്, ഇയാൾ പ്രശ്നമാണ്, ഇതുപോലുള്ള കുഴപ്പങ്ങളുള്ള ഒരാളാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ അവർക്കില്ലാതാകുന്നത്. അപ്പോൾ പറയുന്നത് രഹസ്യമായിട്ട് വെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ സുപ്രീം കോടതിയിൽ ഇതിനാധാരമായ കാര്യങ്ങളെന്ന് പറയുന്നത് ഇവിടെ പണ്ടും നടന്നിട്ടുണ്ട്. പണ്ടും അവിടെ ചില പക്ഷപാതങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം വന്നേക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റിസ് ഖന്ന, അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആവാൻ പോകേണ്ട ആളാണ്. അദ്ദേഹം എഴുതിയ ഒരു ജഡ്ജ്മെൻറ്റ് കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് എഴുതി. തൻ്റെ ഇടം കാണിച്ചു. അദ്ദേഹം ആ ജഡ്ജ്മെൻറ്റ് എഴുതി, അദ്ദേഹത്തിന് കൊടുത്തില്ല. അദ്ദേഹം തന്നെ ഓർഡർ ബുക്ക് ചെയ്തു, ജസ്റ്റിസ് ബെയ്ഗിനെ നിയമിച്ചു. ബെയ്ഗിനെ നിയമിച്ചപ്പോൾ അദ്ദേഹം രാജിവെച്ചു. ജസ്റ്റിസ് ഖന്ന രാജിവെച്ച് പോയി. അതേപോലെ അതിന് മുമ്പ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് കഴിഞ്ഞപ്പോൾ 6-7 അതിനകത്ത് വിന്യായം വന്നത്. അതിൽ 4 ജഡ്ജിമാരുടെ ജോലി പോയതാണ്, ഓർഡർ ബുക്ക് ചെയ്തതാണ്. ജസ്റ്റിസ് ഗ്രോവർ, ഷീലാത്ത്, അതേപോലെ തുടങ്ങി ബാക്കി മറന്നുപോയി. ഹെഗ്ഡെ, ജസ്റ്റിസ് സന്തോഷ് ഹെഗ്ഡെ, അവരൊക്കെ അന്തസ്സായിട്ടുണ്ടല്ലോ. അവരെ ഓവർലുക്ക് ചെയ്തപ്പോൾ അവർ രാജിവെച്ച് അവർ പോയി. അതിൻ്റെ മഹത്വം അവർക്ക് ഇപ്പോഴും ഉണ്ട്. അതാ കാര്യം. നമ്മളത് മനസ്സിലാക്കണം. അത് ഈ സർക്കാരൊന്നും അല്ലല്ലോ ചെയ്തത്. കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്നപ്പോഴാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് അത് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ശ്രീ എം വി ഗോവിന്ദൻ പറയുന്ന കാര്യത്തിനകത്തൊരു ഇതിനെക്കുറിച്ചൊരു സംശയം വരുന്നത് എന്താണെന്നറിയാമോ? ഈ കൊളീജിയം ഇതേപോലെ അരിച്ചു പെറുക്കി തീരുമാനമെടുത്ത് അവർ കോമ്പിറ്റൻ്റ് ആണോ, കോമ്പിറ്റൻസി, ഇൻറ്റഗ്രിറ്റി, ഓണസ്റ്റി, സിൻസിയറിറ്റി ഇതെല്ലാം നോക്കും. ഇതെല്ലാം മുഴുവൻ നോക്കും. ഇതെല്ലാം നോക്കിയതിന് ശേഷം കൊളീജിയം ഒരു തീരുമാനമെടുക്കുകയാണ്. അത് ഗവൺമെൻറ്റൽ മെഷീനറി വഴിയുള്ള അന്വേഷണം കഴിഞ്ഞിട്ടാണ് ഇതെടുക്കുന്നത്. ഹോം ഡിപ്പാർട്ട്മെൻറ്റ് വഴി അന്വേഷിച്ചിട്ടാണ് ഇതെടുക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്തെന്നറിയോ? ഈ റെക്കമെൻഡേഷൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 4 പേരുടെ റെക്കമെൻഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് അതിൽ നിന്ന് ഇഷ്ടമുള്ള 2 പേരെ എടുക്കും, മറ്റേ 2 പേരെ എടുക്കത്തില്ല. അത് സംശയത്തിനിട കൊടുക്കത്തില്ലേ? അത് ഈ അടുത്ത സമയത്ത് പോലും 2 പേരുടെ പേര് പോയി ഒരു ഹൈക്കോടതിയിലേക്ക്. സുപ്രീം കോടതി മറ്റേ ആളെ ഉണ്ടല്ലോ, അയാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സമ്മതിച്ചില്ല. കാരണം ഒരാളുടെ പേര് മാത്രമേ പോയുള്ളൂ, 2 പേരുടെ പേര് അയച്ചതാണ്. ഒന്നാമൻ്റെ പേര് അങ്ങ് ഒഴിവാക്കിയിട്ട് 2ാമന് അപ്പോയിൻമെൻറ്റ് കൊടുത്തു. അങ്ങനെ വരുന്നുണ്ട്. അത് പിക്ക് ആൻഡ് ചൂസ് എന്ന് പറയുന്ന ഇടത്ത് അവിടെ സ്വജനപക്ഷപാതം നടക്കുന്നു എന്നുള്ളത് സത്യമാണ്. അത് സുപ്രീം കോടതി കൊളീജിയത്തിൻ്റെയോ ഹൈക്കോടതി കൊളീജിയത്തിൻ്റെയോ കുഴപ്പമല്ല.
അവിടെ ഗവൺമെൻറ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പണിയാണ്. അപ്പോൾ ആളുകൾക്ക് സംശയം വരും. അത് ശ്രീ എം വി ഗോവിന്ദന് ഇത് പറയാവുന്നതാണ്. കാരണം ഒരു 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 പൊളിറ്റിക്കൽ പാർട്ടിയുടെ വളരെ ശക്തിയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവെന്നുള്ള നിലയ്ക്ക്, സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ശ്രീ എം വി ഗോവിന്ദന് ഒരു പൗരനെന്നുള്ള നിലയ്ക്ക് ഇതിനൊക്കെ പ്രതികരിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ പറയുന്ന വാചകങ്ങൾ കുറേ സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. ഇതുപോലെ RSS കോമരങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയണം ആരൊക്കെയാണ് അവിടെ കോമരങ്ങളെന്ന് പറയണം. അത് പറയാൻ പറ്റുന്നില്ലല്ലോ. ഒരാളുടെ കാര്യം നമുക്കറിയാം. ഇപ്പം ഒരു അത് നമ്മുടെ ഹൈക്കോടതിയിലല്ല, വേറെ ഹൈക്കോടതിയിൽ നിയമിച്ചേക്കുന്ന ഒരു ജഡ്ജിയുടെ അറിയാം. ആ ജഡ്ജിയുടെ പ്രവർത്തനങ്ങൾ പോലും, പിന്നെ ജഡ്ജിയായിട്ടുള്ളത് പോലും സംശയാസ്പദമാണെന്ന് ആളുകൾ ഒരുപാട് എഴുതി അയക്കാറുണ്ട്. പരാതി എനിക്കും കിട്ടിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്. അപ്പോൾ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഉള്ളതുണ്ട്. അത് ഒരു റെയറായിട്ടുള്ള സർക്കംസ്റ്റാൻസാണ്. പക്ഷേ ഈ പിക്ക് ആൻഡ് ചൂസ് എന്ന് പറയുന്ന പരിപാടി അങ്ങോട്ട് നടത്തുമ്പോൾ, ഉദാഹരണമായിട്ട് പിന്നെ ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസിനെ സുപ്രീം കോടതി കൊളീജിയമാണല്ലോ നിയമിക്കേണ്ടത്. അത് ഹൈക്കോടതിയല്ല നിയമിക്കുന്നത്, സുപ്രീം കോടതിയാണ്. ആ കൊളീജിയത്തിൻ്റെ തീരുമാനമെന്ന് പറയുന്നുണ്ടല്ലോ, മിക്കവാറും അവിടെ വരുന്നത് അവിടെ സീനിയോറിറ്റി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സുപ്രീം കോടതിയിലേക്ക് അവിടെ എടുക്കുന്നത്, ഇവരെ ഇടയിൽ എടുക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി പോലും ചിലരെ ഒഴിവാക്കും, ഓവർലുക്ക് ചെയ്യും. അതും തെറ്റാണ്. അപ്പം സുപ്രീം കോടതി അത് ഓവർലുക്ക് ചെയ്യുമ്പോൾ അതിനെയും ക്രിട്ടിസൈസ് ചെയ്യണം നമുക്ക്. കാരണം എന്താണെന്നറിയോ, ഈ കോമ്പിറ്റൻസി ഇല്ല, സിൻസിയറിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരാളെയാണോ പിടിച്ച് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വെക്കുന്നത്? അതും കൊളീജിയമാണല്ലോ, അവിടുത്തെ കൊളീജിയം തീരുമാനിക്കേണ്ടതാണതും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു അരിപ്പെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ശരിയാണെന്ന് തോന്നുന്നില്ല. പിന്നെ അത്രത്തോളം ഡെലിബറേറ്റായിട്ട് കുഴപ്പം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സുപ്രീം കോടതി ഒഴിവാക്കിയാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുന്നില്ല. പിന്നെ സർക്കാർ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അത് അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് സ്വജനപക്ഷപാതത്തിലേക്ക്, കാരണം ഇവരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ കുഴപ്പമില്ല, നമുക്ക് വേണ്ടിയൊക്കെ നിന്നോളും എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളവരെ നോക്കി ചിലപ്പം അവരങ്ങെടുക്കും, ബാക്കിയുള്ളവരെയും കളയും. ബോൾഡായിട്ടുള്ള ഒരാളെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു കാരണവശാലും അവരെടുക്കുകയില്ല. കാരണം ഏതെങ്കിലും വിധത്തിൽ 2 പ്രാവശ്യമൊക്കെ കൊളീജിയം വീണ്ടും റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അപ്പോയിൻറ്റ് ചെയ്യണമെന്നാണ്. ഒരെണ്ണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അലിഖിതമായ യഥാർത്ഥ ഒരു നിയമം തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ളതാണ്. പക്ഷേ അതും ഒരു മറികടക്കാണിപ്പോൾ. രണ്ടാമതായിച്ചാലും ഇയാൾ റിട്ടയർ ചെയ്യുന്നവരെ നോക്കിയിരിക്കും, എടുക്കത്തില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എത്രയോ പേരങ്ങനെ റിട്ടയർ ചെയ്ത് പോയിട്ടുണ്ട്. കാരണം ബോൾഡായിട്ട് ജഡ്ജ്മെൻ്റ് എഴുതുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഈ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ എവിടെയെങ്കിലും ജഡ്ജ്മെൻ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവരുടെ അടപ്പൂരുവർ, അതിന് സംശയമൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ ശ്രീ ഗോവിന്ദൻ പറഞ്ഞത് സത്യമാണ്.